ഇവിടെ ഡൊണാൾഡ് ട്രംപ് ചെയ്ത് എന്താ? വെനസ്വേലയെ കീഴടക്കുന്നു, അല്ലെ മഡുറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു, അത് അയാളുടെ കയ്യിലിരിപ്പായിരിക്കാം. ക്യൂബയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു, ജപ്പാനെ ചൊൽപ്പടിക്ക് നിർത്തുന്നു. ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ട് US അടിയറ വെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ആർമിയാണ് ജപ്പാന് സംരക്ഷണം നൽകുന്നത്. ഈ രീതിയിൽ ഇന്ത്യയെയും കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത്. റഷ്യ നൽകിയ അതേ വിലയിൽ ഓയിൽ ഇന്ത്യക്ക് നൽകാം, വെനസ്വേലയിൽ ഓയിൽ മുഴുവൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അമേരിക്കയുമായിട്ട് അത് രൂപയിൽ കച്ചവടം നടത്തുമോ ഡോളറിൽ കച്ചവടം നടത്തുമോ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഡോളറിൽ കച്ചവടം നടത്താനായിട്ട് ഇന്ത്യയെ പ്രേരിപ്പിക്കണം. ഇതാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് എന്താ? ഡോളർ ഇതര ആസ്തിയിലും സ്വർണത്തിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നു. നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. നിലവിൽ 4.1 ട്രില്യൺ എന്നുള്ളത് നമ്മൾ 2027 ആകുമ്പോൾ 5 ട്രില്യൺ GDP ആയിട്ട് വളരും. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ള ഒരു വളർച്ച, ഒപ്പം തന്നെ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അധ്യക്ഷ പദത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്, ഇതൊക്കെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് പോലെ ബ്രിക്സ് രാജ്യങ്ങളും ഈ കരുതൽ ശേഖരം ഡോളറിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് പതുക്കെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.